നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുകയാണ്. ഏതായാലും ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. ഉത്തരവാദിത്വം AICC നൽകിയത് വളരെ കൃത്യതയോടെ നടപ്പാക്കാൻ മുന്നോട്ട് പോവുകയാണ് എന്നാണ് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇനി അതിന്റെ നടപടിക്രമങ്ങളിലേക്കാണ് പോകേണ്ടത്. സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകണം. ലോക് ഭവനിലേക്ക് പോകേണ്ടതുണ്ട്. അത് എപ്പോഴാണ് എന്നുള്ളതൊക്കെയാണ് ഈ ഘട്ടത്തിൽ അറിയേണ്ടത്. ഏതായാലും അല്പസമയം മുമ്പാണ് VD സതീശൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. കണ്ടോൺമെന്റ് ഹൗസിൽ 12 മണിയോടുകൂടി അദ്ദേഹം കണ്ടോൺമെന്റ് ഹൗസിൽ എത്തിയിരുന്നു. രാവിലെ പുറപ്പെട്ടതാണ് ആലുവയിൽ നിന്ന്. അദ്ദേഹത്തിന്റെ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അനൌദ്യോഗികമായൊക്കെ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നിരുന്നു. VD സതീശൻ തന്നെയായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. മാധ്യമങ്ങളൊക്കെ അവിടെ കൂടി, അണികളുണ്ടായിരുന്നു. VD സതീശൻ ക്യാമ്പിലെ MLA-മാരടക്കം വലിയൊരു ജനസാഗരം തന്നെയാണ് കണ്ടോൺമെന്റ് ഹൗസിൽ ഇപ്പോഴും ഉള്ളത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. എല്ലാവരോടും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. പുതുയുഗം സൃഷ്ടിക്കുമെന്നാണ് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അഖില, വലിയ ആഘോഷമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാക്കിയത്. പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചുമൊക്കെ പ്രവർത്തകർ അവരുടെ ആ സന്തോഷം പങ്കുവെക്കുകയാണ്. ഒപ്പം VD സതീശൻ ഐക്യദാർഢ്യവുമായി നിയുക്ത MLA-മാരടക്കമുള്ളവർ കണ്ടോൺമെന്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. അൻഫിൽ ഡിസൂസ വിശദാംശങ്ങൾ നൽകും. അൻഫിൽ, ഒരു പുതുയുഗത്തിലേക്ക് കേരളം പോവുകയാണ് എന്ന് VD സതീശൻ പറയുകയാണ്. വലിയ മാറ്റങ്ങൾ ഒരുപക്ഷെ സംസ്ഥാനത്തിന് ഉണ്ടാകും എന്ന് കരുതേണ്ടതുണ്ട്. തുടർഭരണം എന്നുള്ള LDF-ന്റെ ആ നീക്കത്തിന് ഒരു മറുപടി നൽകുകയായിരുന്നു VD സതീശൻ. കഴിഞ്ഞ 5 വർഷം വളരെ കൃത്യതയോടുകൂടിയുള്ള പ്രവർത്തനം VD സതീശനെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കുകയാണ്. വിവരങ്ങൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയൊക്കെ ഒന്ന് യോഗം ചേരുന്നുണ്ട്. ആ ഡീറ്റെയിൽസൊക്കെ കിട്ടട്ടെ. അതിനുശേഷം ഞങ്ങൾ നിങ്ങളോട് പറയാം. ഇതുവരെ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു മൊത്തം ഒരു കാര്യം വളരെ വിശദമായി തന്നെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ധാരാളം നമുക്ക് ബാക്കി ഒരുപാട് എല്ലാവരും നമ്മളെ സുഹൃത്തുക്കളല്ലേ. ഇപ്പൊ രാഷ്ട്രീയമായി പറയേണ്ടത് തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ ഇനി കൂടുതൽ അതിന് വിശദീകരണം ആവശ്യമില്ല. അതുകൊണ്ട് അത് അത് വൈകാതെ തന്നെ ഞങ്ങൾ പ്രഖ്യാപിക്കും. മിക്കവാറും സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അതിനിപ്പോ മന്ത്രിമാരെല്ലാവരും കൂടി ഒന്നിച്ചുണ്ടാവുമോ ഘടകകക്ഷി നേതാക്കൾ മാത്രമാണോ എന്നറിയുകയില്ല. ഏതായാലും വൈകാതെ തന്നെ ലീഗിന്റെ മന്ത്രിമാരെ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കുവാൻ സാധിക്കും. അല്ല, ഇപ്പൊ ഇന്നത്തേക്ക് ആവശ്യമൊക്കെ തങ്ങൾ പറഞ്ഞു. നിങ്ങൾ കൂടുതൽ തങ്ങൾ മറുപടി പറഞ്ഞല്ലോ. അതിനുള്ള മറുപടി കേരളത്തിലെ ജനങ്ങളുമായി പറഞ്ഞല്ലോ. ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അതാണ് പറഞ്ഞത്. ഇനിയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് തങ്ങൾ പറഞ്ഞത്. ഇപ്പൊ കോൺഗ്രസ് പാർട്ടി വൈകുന്നേരം യോഗം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബാക്കി ഡേറ്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് ഞങ്ങളെ അറിയിക്കുന്നതിനനുസരിച്ച് എല്ലാവരും ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ഡേറ്റ് അതിനനുസരിച്ച് ഞങ്ങളും അതിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. അതിന്റെ ഫോർമാലിറ്റി പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി അതിന്റെ തീരുമാനങ്ങൾ എടുക്കും. ബാക്കി ഘടകകക്ഷികൾ അവർ ബന്ധപ്പെടും. നിയുക്ത മുഖ്യമന്ത്രി ബന്ധപ്പെടും. അപ്പോ പിന്നെ അതിന്റെ ഫോർമാലിറ്റി ഗവർണർക്ക് കത്ത് കൊടുക്കലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതൊക്കെ പ്രൊസീജിയറാണ്. അതതിന്റെ മുറക്ക് നടക്കും. ഇപ്പൊ ഈ ഘട്ടത്തിൽ പറയേണ്ട എല്ലാ കാര്യങ്ങളും പാർട്ടിക്ക് വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇത് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി ഒരുപാട് ഡീറ്റെയിൽസ് അതന്നെ പുറപ്പെടേണ്ട എപ്പോഴാന്ന് വൈകുന്നേരം അവർ വിവരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലീഗിനെ ആക്രമിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? ഈ പ്രഖ്യാപനത്തിന് ശേഷം ഇതിന്റെ പേരിലും വിശദാംശങ്ങൾ നൽകാൻ അൻഫിലിറ്റ് തയ്യാറായപ്പോഴാണ് മുസ്ലിം ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടത്. PK കുഞ്ഞാലിക്കുട്ടിയും അതോടൊപ്പം തന്നെ സാഹിദ് ഇഷിബാഖ് തങ്ങളും ഒക്കെ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ലീഗിന്റെ തീരുമാനം നേരത്തെ അറിയിച്ചതാണ്. മുഖ്യമന്ത്രിയുടെ തീരുമാനം അവരുടെ മന്ത്രിമാരുടെ കാര്യത്തിൽ വൈകാതെ തീരുമാനം ഉണ്ടാകുമെന്ന് അൻഫിലിറ്റ്. ഇപ്പോൾ VD സതീശനെ സംബന്ധിച്ച് KC വേണുഗോപാലിന്റെ MLA-മാരുടെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കൂടി ജനവികാരം കണക്കിലെടുക്കുന്നു. ഘടകകക്ഷികളുടെ അടക്കം തീരുമാനത്തിനൊപ്പം AICC നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കണ്ടോൺമെന്റിലെ വിവരങ്ങൾ. ഇപ്പോൾ അദ്ദേഹം ഔദ്യോഗികമായ വാർത്താ സമ്മേളനം അദ്ദേഹം ഈ പ്രഖ്യാപനത്തിന് ശേഷം തൊട്ട് പിന്നാലെ മാധ്യമങ്ങളെ കാണുന്നു. മാധ്യമങ്ങളെ കണ്ടിട്ടാണ് ഇനി എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്ന കാര്യങ്ങളടക്കം ഒരു പ്രാഥമികമായ 1-2 സെന്റൻസിൽ അദ്ദേഹം പറയുന്നു. ഈ ഇത്രയേറെ ജനവിധി, ഇത്രയേറെ രീതിയിൽ വലിയ വിജയം UDF-ന് തന്നതും തന്നെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതും ഒക്കെ എല്ലാ AICC നേതൃത്വത്തിനടക്കം ഇന്റർനാഷണൽ കോൺഗ്രസ് തനിക്ക് ഏറ്റവും ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ് തനിക്ക് തന്നിരിക്കുന്ന അടക്കം പറയുന്നു. ഒപ്പം ഉണ്ടായിരുന്ന KC വേണുഗോപാലും അത് രമേശ് ചെന്നിത്തല, ഈ 2 നേതാക്കന്മാർക്ക് നന്ദി പറയുന്നു അദ്ദേഹം. KC വേണുഗോപാൽ ഇതിന്റെ മുഴുവൻ കാര്യങ്ങൾക്കും തുടക്കം മുതലോട്
ഒടുക്കം വരെ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന ചുമതലയുള്ള അദ്ദേഹം ആ കാര്യങ്ങൾ വളരെ കൃത്യമായി നിർവഹിച്ചു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് എന്ന് അൺഫിൽഡിലേക്ക് തിരികെ വരാം. ഇപ്പോൾ പറവൂരിൽ നിന്ന് കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, പറവൂരിലെ VD സതീശന്റെ നിയോജക മണ്ഡലത്തിൽ അണികളുടെ വലിയ ആഹ്ലാദ പ്രകടനം നടക്കുന്നുണ്ട്. ദൃശ്യങ്ങളിൽ നിന്നൊക്കെ അത് വ്യക്തമാണ്. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത് അവിടെ നിന്ന്? മായ ഏതായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് പറവൂരിലെ ജനങ്ങൾ. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുണ്ട്, ഒപ്പം അനുഭാവികളുണ്ട്. ഇങ്ങനെ മാത്രമല്ല പറവൂരിലെ ജനങ്ങളുണ്ട്. ഇവരെല്ലാവരും തന്നെ VD സതീശന്റെ ഓഫീസിലെത്തി അവരുടെ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ലഡുവും മധുരം വിതരണം ചെയ്യുന്നു. ഒപ്പം തന്നെ പ്രകടനം അടക്കം നടത്തിക്കൊണ്ട് ആൾക്കാരെല്ലാം ഇവിടെ ചേരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ പ്രിയനാഥ നേതാവിനെ കേരളത്തിൽ അഭിമാനമായിട്ട് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത ഹൈക്കമാൻഡിനും എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കുമുള്ള അഭിനന്ദനങ്ങളും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞുള്ള സ്നേഹവും പ്രകടിപ്പിക്കുകയാണ് ഈ അവസരം. അദ്ദേഹം ഈ നാടിനെ ഭരിക്കും. സാധാരണക്കാരന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അദ്ദേഹം കാണും എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ കഴിവിലും അദ്ദേഹത്തിന്റെ സംഘടനാ പാഠവത്തിലും ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത എല്ലാ ജനത്തിനും അഭിവാദ്യങ്ങൾ. എങ്ങനെയാണ് ഇനി വൈകിട്ട് പ്രകടനമൊക്കെ ഉണ്ടോ? വൈകിട്ട് 4 മണിക്ക് പറവൂരിലെ നിയോജകന്റെ അടിസ്ഥാനത്തിൽ എല്ലാ പ്രവർത്തനം കൂടിയുള്ള പ്രകടനം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള മെസ്സേജ് എല്ലാ മണ്ഡലത്തിലേക്കും പോയി കഴിഞ്ഞു. അപ്പൊ എല്ലാവരും ഉത്സാഹഭരിതരായിട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ സന്തോഷത്തിലുള്ള ഞങ്ങൾ എല്ലാവരും. ഈ പ്രഖ്യാപനം വളരെയധികം പ്രതീക്ഷിച്ചിരുന്നല്ലോ. ഇന്ന് എല്ലാവരും ഇതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. ഇത് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഈ VD നമ്മളുടെ MLA ആയ അദ്ദേഹം തന്നെ വരുമെന്നുള്ളത് ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമാണ്. 100% വിശ്വാസം. അതിൽ ആരുമല്ല, വേറെ ആരും ഇതിൽ വരില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. പറവൂർ ജനതയ്ക്ക് ഉറപ്പായിരുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം, മറ്റുള്ള നേതാക്കളുടെ കൂട്ടല്ല, ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ഇടതുപക്ഷത്തിനെയും എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാവരുടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു നേതാവാണ് ബഹുമാനപ്പെട്ട VD സതീശൻ. അദ്ദേഹത്തിന് ഇനിയും പുതിയൊരു തലമുറ കൂടി ഭരിക്കാനുള്ള അവസരം ജനങ്ങൾ കൊടുക്കും. ഇനിയും കേരളം വിടില്ല. ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ഈ കേരളം ഇനി VD സതീശന്റെ കയ്യിൽ ഉറപ്പാണ്. ഞാൻ ധർമ്മടത്ത് വന്നാണ്. നേരിട്ട് വന്ന് സതീശനെ നേരിട്ട് കണ്ടിട്ട് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് വന്ന 3 ദിവസമായി ഇവിടെ. അപ്പോ ഇന്ന് ഇവിടെ വന്ന് വിവരങ്ങൾ അറിഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷമായി. വളരെയേറെ സന്തോഷം. കോൺഗ്രസ് പ്രവർത്തകനാണ്? അല്ല, ഞാൻ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഞാൻ UDFന്റെ ഭാഗമാണ്. അവിടെ UDF ആണല്ലോ മൊത്തം. അദ്ദേഹത്തിന്റെ നാട്ടിൽ വന്ന് അദ്ദേഹത്തെ നേരിട്ട് അഭിനന്ദിക്കാൻ വന്ന് കണ്ട് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നായിരുന്നു. അദ്ദേഹത്തെ കാണാൻ കണ്ടിട്ട് കേരളത്തിന്റെ ഭരണം സുവർണ കയ്യിലേക്കാണ് ഏൽപ്പിച്ചത്. അതിന് AICCക്ക് പ്രത്യേക അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം അത്രയും ത്യാഗം സഹിച്ചിട്ടുണ്ട് VD സതീശൻ എന്ന നേതാവ്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ ഇനി വരാൻ പോകുന്നത് കേരളത്തിന്റെ സുവർണ കാലമായിരിക്കും, നല്ല കാലമായിരിക്കും. എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മതേതര നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മതേതര കേരളത്തിന്റെ പൊൻതൂവലായി അദ്ദേഹം ഭരണം കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പറവൂരുകാർക്കല്ല, കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അഭിമാന നിമിഷമാണ് തീർച്ചയായിട്ടും. ഏതായാലും വലിയൊരു ആവേശത്തിൽ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ, അതായത് 11 ദിവസത്തോളമായി തന്നെ ഈ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള ഒരു ചർച്ചകൾ നടക്കുന്നു. ആ ചർച്ചകൾക്കിടയിലെല്ലാം തന്നെ VD സതീശന്റെ പറവൂരിലെ ഓഫീസ്, ആലുവ ദേശത്തുള്ള വീട്, ഒപ്പം നെട്ടൂരിലെ വീട്, ഇവിടേക്കെല്ലാം തന്നെ പ്രവർത്തകരെത്തി കാത്തിരിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളൊരു വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഈ വീടുകളിലെല്ലാം ആളുകൾ എത്തിയിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, പ്രവർത്തകരെല്ലാം തന്നെ. ഏതായാലും VD സതീശനെ, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി കാണുന്നതിനും ഒപ്പം അദ്ദേഹത്തെ നേരിട്ട് കണ്ട് അഭിനന്ദനം അറിയിക്കുന്നതിന് വേണ്ടി അടക്കം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നടക്കം പറവൂരിലേക്ക് ആളുകൾ എത്തിയിരുന്നു എന്നുള്ളൊരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ഈ പറവൂരിലെ വീടിന് മുന്നിൽ ഉള്ള ഈ ആൾക്കൂട്ടം ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ്. ഈ സതീശന്റെ നിയുക്ത മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നതിന് പിന്നിൽ ഘടകകക്ഷികളുടെ ഇടപെടലൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നിരുന്ന ഈ 3 പേരിൽ ഏറ്റവും കൂടുതൽ ജനവികാരമുള്ളത് സതീശന് തന്നെയാണെന്ന് അവിടെയുള്ള അണികളുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാവുകയാണല്ലോ കിരൺ. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പ്രവർത്തകരുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഒരു ആവേശം?
ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എത്ര ദിവസമായി ഇങ്ങനെ കാത്തിരിക്കുന്നതെന്ന് അറിയാം. ഇപ്പൊ പറയും എത്ര ദിവസമായി നീട്ടിക്കൊണ്ടുപോകണേ. ഞങ്ങളുടെ ഇത്രയും ദിവസത്തെ ആവേശമാണ്. ഇപ്പൊ ഇത് വെയിലാണെന്നൊന്നും ഞങ്ങൾക്ക് ഒരു സാധാരണ വെയിൽ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഈ ടൗൺ മൊത്തം ഈ വെയിലത്ത് നടന്നിട്ട് വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾ എന്നിട്ടും മുദ്രാവാക്യം ഒന്നും വിളിച്ചിട്ട് മതിയാവുന്നില്ല. ഞങ്ങളുടെ നേതാവ് എപ്പോഴും ഞങ്ങൾക്ക് വലിയൊരു എന്താ പറയാ അഭിമാനമാണ് പറവൂരിന്. പിന്നെ ഇത്രയും ദിവസം കാത്തിരുന്ന ഒരു ആവേശം കൂടി പറവൂരിലെ എല്ലാവർക്കും ഉണ്ട്. ഇത്രയും ദിവസം കാത്തിരിക്കേണ്ടി വന്നപ്പോൾ ഒരു വിഷമം ഉണ്ടായോ? തീർച്ചയായിട്ടും നല്ല വിഷമമുണ്ടായിരുന്നു. ഓരോ ദിവസവും ഞങ്ങൾക്ക് നിരാശയാണ്. ഇപ്പൊ പറയും നാളെ പറയും. ശരിക്കും പറഞ്ഞാൽ ഇന്നും പറയുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്നും കൂടി കഴിഞ്ഞെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രവർത്തകരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്തത്. കാരണം പറവൂര് പ്രത്യേകിച്ചും കാരണം സാറിന് ഇത്രയും വർഷമായിട്ട് സ്നേഹിക്കുന്ന ആളുകളാണ് പറവൂര് മുഴുവൻ. അപ്പോൾ അവർക്ക് അത്രയും ആവേശമുണ്ട്. ഞങ്ങൾക്കിത് അഭിമാനത്തിന്റെ നിമിഷമാണ്. ഞങ്ങളുടെ ആവേശം ഇതൊരു ദിവസം കൊണ്ട് തീരില്ല. ഇനിയിപ്പോ വൈകുന്നേരം ബാക്കിയുള്ള പ്രകടനങ്ങളുണ്ട് ഇവിടെ ടൗണില്. ഇപ്പൊ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ സഹോദരിയാണ് പറഞ്ഞത്. നമുക്ക് ഇറങ്ങാത്ത പറ്റി ഇപ്പൊ തന്നെ പോകുന്ന ആവേശം കൂട്ടിയ ഒരു സഹോദരിയാണിത്. അപ്പൊ അതുകൊണ്ട് ആ സഹോദരിക്ക് വളരെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഏതായാലും അദ്ദേഹം ഇത്രയും വലിയൊരു കാലയളവായിട്ട് പറവൂരിനെ തന്നെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും അദ്ദേഹത്തെ ഇന്ന് പ്രഖ്യാപിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് വലിയ രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം തന്നെ പറവൂരുണ്ടായാനെ. ആ ഒരു കാര്യം തന്നെയാണ് പ്രവർത്തകരൊക്കെ പങ്കുവെക്കുന്നത്. ഏതായാലും വലിയ ആവേശം തന്നെയാണ്. ഇപ്പോൾ പ്രകടനം കഴിഞ്ഞു. അതായത് ഈ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ UDF പ്രവർത്തകർ പറവൂർ നഗരത്തിലൂടെ ഒരു പ്രകടനം നടത്തിയതാണ്. ഇതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസ് വി.ഡി. സതീശന്റെ ഓഫീസിൽ പ്രവർത്തകരെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇനി വൈകിട്ടോടുകൂടി വീണ്ടും ഒരു ആവേശപ്രകടനം നടത്തും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. മായ, ശരി, കിരൺ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ ആവേശവും സംസ്ഥാനത്തൊട്ടാകെ പ്രവർത്തകർക്കിടയിൽ ഉണ്ട്. പ്രത്യേകിച്ച് വി.ഡി. സതീശന്റെ നാടായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ വി.ഡി. സതീശന്റെ മണ്ഡലമായതുകൊണ്ട് തന്നെ പറവൂരിലും ആ ആഘോഷങ്ങൾക്ക് ഒട്ടും കുറവില്ല. അണികൾ ഇങ്ങനെ മുദ്രാവാക്യ വിളികളുമായി എത്തുകയാണ്. അതേസമയം വി.ഡി. സതീശന് വലിയ പിന്തുണ നൽകിയത് ഘടകകക്ഷികളിൽ മുസ്ലിം ലീഗാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഡൽഹിയിൽ നിന്ന് മുസ്ലിം ലീഗ് നേതാക്കൾക്ക് വന്ന കോളിൽ പോലും അവർ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയില്ല എന്നുള്ളത് സതീഷിന് വലിയ പിന്തുണയായി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ TK അരവിന്ദൻ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. അരവിന്ദൻ, ലീഗിനെ സംബന്ധിച്ച് അവർക്ക് ഇനി മന്ത്രിമാർ ആരൊക്കെയെന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ വരേണ്ട സാഹചര്യമുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ വി.ഡി. സതീഷിന് പിന്നിൽ അടിയുറച്ചു നിൽക്കാൻ ലീഗ് ആദ്യം മുതൽ തീരുമാനിച്ചിരുന്നു. ആ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് AICC വി.ഡി. സതീശനെ നിയുക്ത മുഖ്യമന്ത്രിയായി തീരുമാനിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനി ഉള്ള ലീഗിന്റെ നടപടികൾ എങ്ങനെയാണ്? ഇതോടൊപ്പം തന്നെ വിമർശനങ്ങളും പല കോണിൽ നിന്ന് ലീഗിനെതിരെ ഉയരുന്നുണ്ട്. അതിൽ തീർച്ചയായും മുസ്ലിം ലീഗ് വലിയ സന്തോഷത്തിലാണ്. ലീഗിന്റെ അംഗീകാരത്തിന് തീരുമാനത്തിലുള്ള ഒരു അംഗീകാരമായാണ് ലീഗ് ഇതിനെ കാണുന്നത്. എന്തായാലും ലീഗിന്റെ ആ സന്തോഷം ആദികലി ശിഹാബ് തങ്ങളുടെ വാർത്താ സമ്മേളനത്തിൽ പ്രകടമായിരുന്നു. ജനവിധി മാനിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ടീം UDF എന്നതാണ് വി.ഡി. സതീശന്റെ പ്രഖ്യാപിത മുദ്രാവാക്യം. അതിനനുസരിച്ചായും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഇനി ഘടകകക്ഷി നേതാക്കളുമായി കോൺഗ്രസ് നേതൃത്വം സംസാരിക്കും, നിയുക്ത മുഖ്യമന്ത്രി സംസാരിക്കും. അതിനുശേഷം തീരുമാനങ്ങൾ എടുക്കുമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ വി.ഡി. സതീശിന് വേണ്ടി മുസ്ലിം ലീഗ് നിലകൊണ്ടിരുന്നു. അതിനുള്ള ഒരു അംഗീകാരം പലവട്ടം ഘടകകക്ഷി നേതാക്കളെ ഹൈക്കമാൻഡ് വിളിച്ചിരുന്നു എന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇത്തരം തുടർച്ചയായുള്ള ഈ സമ്മർദ്ദം, ലീഗിന്റെ സമ്മർദ്ദം കൂടിയാണ് ഇത്തരത്തിൽ വി.ഡി. സതീശനിലേക്ക് എത്താൻ ഹൈക്കമാൻഡിനെ പ്രേരിപ്പിച്ചത്. അത് ആ വിജയഭാവം മുസ്ലിം ലീഗ് നേതാക്കളുടെ തീരുമാനങ്ങളിലും പ്രവർത്തനത്തിലും പ്രകടമായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ മന്ത്രിമാരുൾപ്പെടെയുള്ള കാര്യങ്ങളെ തീരുമാനിക്കാൻ ഉടൻ തീരുമാനമെടുക്കും. സാദിഖ് അലി ശിഹാബ് തങ്ങളെ കഴിഞ്ഞ ദിവസം തന്നെ മുസ്ലിം ലീഗ് നേതൃത്വം ഇതിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വി.ഡി. സതീശനുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും അത്തരം തീരുമാനങ്ങളെല്ലാം എന്നാണ് ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. അതേസമയം NSS ഉൾപ്പെടെയുള്ളവർ ലീഗിന് UDF കീഴടങ്ങി, കോൺഗ്രസ് നേതൃത്വം കീഴടങ്ങി എന്ന ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനോട് ഇപ്പോൾ പ്രതികരിക്കാൻ ലീഗ് നേതൃത്വം എന്തായാലും തയ്യാറായിട്ടില്ല. അഖില, അരവിന്ദനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പാണക്കാട്ട് നിന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അവർ വലിയ സന്തോഷമാണ് പ്രകടിപ്പിച്ചത്. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആവുന്നു എന്ന കാര്യത്തിൽ. മറ്റു പല കാര്യങ്ങളും ലീഗിനെതിരെ ചില അതൃപ്തിയൊക്കെ പുകയുന്നുണ്ട്. അക്കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ വലിയ തോതിലൊന്നും അതിന് ഉത്തരം പറയാതെയാണ് നേതാക്കൾ മടങ്ങിയത്. അതിന് തൊട്ടു മുമ്പാണ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കണ്ടത്. ഒരു പുതുയുഗം സൃഷ്ടിക്കുമെന്നാണ് വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. നിയുക്ത മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. എൻ്റെ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനിതിനോട്
അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തോട്, കോൺഗ്രസ് പ്രസിഡന്റിനോടും ശ്രീ രാഹുൽജിയോടും ഉൾപ്പെടെ എല്ലാവരോടും നന്ദി പറയുക. എന്നെ ഇതിന് പ്രാപ്തമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനം ചെയ്ത ലക്ഷക്കണക്കിന് UDF പ്രവർത്തകരും ടീം UDF ആയി നിന്ന ഞങ്ങളുടെ UDF നേതാക്കന്മാരുമാണ്. തീർച്ചയായും ഞാനിവിടെ എത്തിയതിന് അവരോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. 10 വർഷം നീണ്ടുനിന്നൊരു ഭരണം അവസാനിപ്പിച്ച് 102 സീറ്റോടു കൂടിയാണ് അധികാരത്തിലെത്തിയത്. ആ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർക്കും. കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും. രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന കഠിനാധ്വാനവും അവർക്ക് വേണ്ടി അർപ്പണബോധത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിയുമാണ് എന്ന് ഞങ്ങൾ അതിൻ്റെ നിർവചനം മാറ്റി എഴുതും. പൊതുപ്രവർത്തനത്തിൻ്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും നിർവചനം അതായിരിക്കുമെന്ന് മാറ്റി എഴുതും. ഇതൊരു ദൈവികമായ നിയോഗമായി ഞാൻ കാണുന്നു. വ്യക്തിപരമായി കിട്ടിയ ഒരു കാര്യമായിട്ടല്ല കാണുന്നത്. അതിനെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഈ വലിയ വിജയത്തിന് ഞങ്ങളെ സഹായിച്ചത്, ഏറ്റവും കൂടുതൽ സഹായിച്ചത് AICC ആണ്. ആ AICCയുടെ പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിൽ ഏകോപിപ്പിച്ച് നടത്തിയത് പ്രിയങ്കരനായ അതിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലാണ്. ഓരോ ദിവസവും ഓരോ കാര്യവും ഞങ്ങളോട് ചോദിച്ച് എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ പിന്തുണ നൽകി. ഏതായാലും ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ വിരാമമായിരിക്കുകയാണ്. ഇനി VD സതീശൻ കേരളത്തെ നയിക്കും. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടാണ് സുപ്രധാന പദവികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട VD സതീശനെ തേടി മുഖ്യമന്ത്രി പദം എത്തിയത്. തകർന്നുപോയ UDF എന്ന സംവിധാനത്തെ മുന്നിൽ നിന്ന് നയിച്ച് മുഖ്യമന്ത്രി പദം സതീശൻ സ്വന്തമാക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് കരുത്തായി. ഒറ്റപ്പേരിൽ നിന്ന് 3 പേരിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ട് ദിവസങ്ങളായി. സമ്മർദ്ദങ്ങളെല്ലാം അവസാനിപ്പിച്ച ഒടുവിൽ കാത്തിരിപ്പിന് വിരാമമിട്ട VD സതീശൻ എന്ന പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തിയപ്പോൾ പുതിയൊരു ചരിത്രം കൂടി പിറക്കുകയാണ്. 2001 മുതൽ MLA ആയിട്ടും ഒരു സർക്കാരിന്റെയും ഭാഗമായിട്ടില്ല സതീശൻ. 2001 മുതൽ പറവൂരിന്റെ മുഖമായി സതീശൻ ഇപ്പോൾ കേരളത്തിന്റെ ആകെ മുഖമായിരിക്കുന്നു. പിണറായി വിജയൻ തുടർഭരണം നേടിയപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പകരക്കാരനായി സതീശൻ പ്രതിപക്ഷ ചുമതല ഏറ്റെടുത്തു. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ശരിയായിരുന്നുവെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ 102 സീറ്റുകൾ സാക്ഷി. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും UDFനെയും നയിച്ചതും നായകനുമെല്ലാം VD തന്നെയായിരുന്നു. കോൺഗ്രസിലെ ഒരു വിഭാഗം അവസാന നിമിഷം എതിർചേരിക്കൊപ്പം അണിനിരുന്നെങ്കിലും ഘടകകക്ഷികൾ ഉയർത്തിയ സമ്മർദ്ദം VDക്ക് തുണയായി. ആ സമ്മർദ്ദം തന്നെയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് VDയെ എത്തിച്ചതും. വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രധാന ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട സതീശൻ ഇന്ന് സംസ്ഥാന കോൺഗ്രസിനെ നയിച്ച മുഖ്യമന്ത്രിയായിരിക്കുന്നു. ഇടത് സർക്കാരിന്റെ വികസന നയങ്ങളിലെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കാനും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ശക്തമായ വാക്കുകളിൽ പ്രതികരിക്കാനും സതീശനോളം പോകുന്ന നേതാവ് സഭയിൽ ഉണ്ടായിരുന്നില്ല. അതിനേക്കാൾ അപ്പുറം കോൺഗ്രസ് എന്ന പാർട്ടിയെ മാത്രമല്ല പല വഴിക്കൊഴുകിയിരുന്ന UDFനെയും ഒറ്റക്കെട്ടായി അദ്ദേഹം ചേർത്തു നിർത്തി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ടീം UDF എന്ന നിലയിൽ കെട്ടുറപ്പുള്ള സംവിധാനം ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത് സതീശൻ തന്നെയാണ്. തകർന്നുപോയ ജനവിശ്വാസം വ്യക്തിപ്രഭാവം കൊണ്ടുകൂടി തിരിച്ചുപിടിച്ചു. മതസാമുദായിക നേതൃത്വത്തിന് കീഴടങ്ങിയിരുന്ന UDF എന്ന സംവിധാനത്തെ രാഷ്ട്രീയ നിലപാട് പറഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിപ്പിച്ചതും സതീശനാണ്. കണക്കുകൾ പറഞ്ഞു തന്നെയായിരുന്നു സതീശൻ തെരഞ്ഞെടുപ്പിന് മുൻപ് അവകാശവാദങ്ങൾ ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി പദത്തിനു വേണ്ടിയും അതേ അവകാശവാദങ്ങൾ മുന്നോട്ട് വെച്ചു. വൈകിയെങ്കിലും വിവേകത്തോടെ കോൺഗ്രസ് നേതൃത്വം ആ തീരുമാനം എടുക്കുകയാണുണ്ടായത്. ഒപ്പം നിന്നവരിൽ ഒരു വിഭാഗം മറുകണ്ഠം ചാടിയിട്ടും ഒറ്റയ്ക്ക് പൊരുതിയവരെ വിശ്വാസത്തിലെടുക്കാനും കൂടെ നിർത്താനും ഹൈക്കമാൻഡ് തീരുമാനിച്ചു. വെല്ലുവിളിയുടെ ദിവസങ്ങൾ മുന്നിലുണ്ട്. സാമ്പത്തികമായി വലിയ പരാധീനതയിലാണ് സംസ്ഥാനം. പ്രതിപക്ഷ MLA-മാർ കുറവാണെങ്കിലും പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷത്തെയും 3 ഉള്ളുവെങ്കിലും അതിലധികം ഫലം ചെയ്യുന്ന BJP MLA-മാരെയും മറികടന്ന് നല്ല തീരുമാനങ്ങളുമായി ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയും വേണം. ഏതായാലും ആശംസകൾ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിക്ക്. അമൃത ന്യൂസ്, കൊച്ചി. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ഇപ്പോൾ. ജിഷ്ണു, ഈ പ്രഖ്യാപനത്തിന് ശേഷം നിയുക്ത മുഖ്യമന്ത്രി VD സതീശനാകും എന്ന് അറിഞ്ഞതിന് ശേഷം KC വേണുഗോപാൽ അവിടെ നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത് കേട്ടു. ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരോട് വലിയ സന്തോഷം പ്രകടിപ്പിച്ചു അദ്ദേഹം. ഒപ്പം അറിയുന്നത്
KCയോട് ഡൽഹിയിൽ തന്നെ തുടരണമെന്ന് രാഹുൽ പറഞ്ഞു എന്ന തരത്തിൽ വിവരങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു പാക്കേജ്, ഒരു അനുനയ പാക്കേജ് ഉണ്ടാവുമല്ലോ, അത് എങ്ങനെയാണ്, എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ACCയിൽ നിന്ന്? VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് ചില നിബന്ധനകൾ തീർച്ചയായും KC വേണുഗോപാൽ ഹൈക്കമാൻഡിന് മുൻപിലേക്ക് വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുക വരാനിരിക്കുന്ന മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലായിരിക്കും. മന്ത്രിസഭകളിലേക്ക് ആരൊക്കെ എത്തും എന്നുള്ളത്, അല്ലെങ്കിൽ ആരൊക്കെ എത്തണം എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ചില ആവശ്യങ്ങൾ, ഡിമാൻഡുകൾ KC വേണുഗോപാൽ ഹൈക്കമാൻഡിന് മുൻപിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് KC വേണുഗോപാലിനെ അനുനയിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ഡൽഹിയിൽ സംഘടനാ ജനറൽ സെക്രട്ടറിയായി KC വേണുഗോപാൽ തുടരുകയും ചെയ്യും. അവസാന നിമിഷത്തിലേക്ക് എത്തിയപ്പോൾ വലിയ ട്വിസ്റ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടായി എങ്കിൽ പോലും കൃത്യമായി ഘടകകക്ഷികളുടെ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിനും ഒപ്പം ചില മുതിർന്ന നേതാക്കളുടെ കേരളത്തിലെ സാഹചര്യം KCക്ക് അനുകൂലമല്ല എന്ന വിലയിരുത്തലും കൂടി പരിശോധിച്ചുകൊണ്ടാണ് ഹൈക്കമാൻഡ് VD സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കാമെന്ന നിർദ്ദേശത്തിലും അന്തിമ തീരുമാനത്തിലും എത്തിയത്. അവിടെയും തനിക്ക് മുഖ്യമന്ത്രിയാക്കാൻ സാധിക്കില്ലെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്ന നിർദ്ദേശം KC വേണുഗോപാൽ മുൻപോട്ട് വെച്ചെങ്കിലും അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് പ്രിയങ്ക ഗാന്ധിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് VD സതീശനാണ്. അതുകൊണ്ട് VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രതിസന്ധി UDF-നുണ്ടാകും എന്ന നിർദ്ദേശവും എന്ന തീരുമാനവും മുൻപോട്ട് വെച്ചത് പ്രിയങ്ക ഗാന്ധിയാണ്. അത്തരത്തിലാണ് VD സതീശൻ എന്ന പേരിലേക്ക് ഏറ്റവും ഒടുവിൽ ഹൈക്കമാൻഡ് എത്തിയത്. തീർച്ചയായും KC വേണുഗോപാൽ ചില ഡിമാൻഡുകൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കുമ്പോൾ തീർച്ചയായും വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. VD സതീശന് ആശംസ അറിയിച്ചു. താൻ ഇപ്പോൾ ജനറൽ സെക്രട്ടറിയായി തുടരും, അതും ആവശ്യമെങ്കിൽ നേതൃത്വം പറഞ്ഞാൽ അതും വിട്ടു നൽകാൻ തയ്യാറാണ് എന്ന പ്രതികരണമാണ് KC വേണുഗോപാൽ നടത്തിയിട്ടുള്ളത്. പക്ഷേ തീർച്ചയായും മന്ത്രിസഭാ ജിഷ്ണു, ഏതായാലും നേതൃത്വം എന്ത് തീരുമാനം, AICC ഏതെങ്കിലും തരത്തിലുള്ള അനുനയ നീക്കങ്ങൾക്ക് സ്വാഭാവികമായി നടത്തിയിട്ടുണ്ടാകും. അതിൽ ഏതാണ് KC വേണുഗോപാലിന് ലഭിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത്. അഖില, ഏതായാലും VD സതീശൻ നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രിയാണ്. ആ പ്രഖ്യാപനം വന്നപ്പോഴത്തേക്കും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അനുകൂലമായും പ്രതികൂലമായും സമ്മിശ്ര പ്രതികരണങ്ങളും വരുന്നുണ്ട്. അതിൽ പ്രതികൂല പ്രതികരണം വന്നത് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നാണ്. സുകുമാരൻ നായർ പറഞ്ഞത് കോൺഗ്രസ് ലീഗിന് വഴങ്ങിക്കൊടുത്തു എന്നാണ് പറഞ്ഞത്. എന്തിനായിരുന്നു ഇങ്ങനെ ഒന്ന് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ലീഗ് ഭരണത്തിൽ പിടിമുറുക്കും എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ഉണ്ടായത് എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത്. വർഗീയത അതിൻ്റെ രൂക്ഷതയിലെത്താനുള്ള മാർഗം തുറന്നിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയെ തുടർച്ചയായി അവഗണിക്കുന്നുവെന്നും സുകുമാരൻ നായർ പറയുന്നത് കേട്ടു. പ്രശാന്ത് ജോസഫ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ 3 പേർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വലിയ തർക്കങ്ങൾ നടന്നപ്പോഴും ഒരുപക്ഷെ VD സതീശന്റെ പേരാണ് വരുന്നത് എങ്കിൽ സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം നമ്മളൊക്കെ പ്രതീക്ഷിച്ചതാണ്. അത് തന്നെയാണ് ഇപ്പോൾ കേട്ടത്, അല്ലേ? തീർച്ചയായും ഈ ഒരു തീരുമാനം വന്നതിന് തൊട്ട് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട G. സുകുമാരൻ നായർ പറഞ്ഞത്, ഈ തീരുമാനത്തെക്കുറിച്ച് പറഞ്ഞത് വളരെ കഷ്ടമായി പോയി എന്നാണ്. ഇന്നലെയും അദ്ദേഹം പറഞ്ഞിരുന്നു, ലീഗിനെതിരെ അദ്ദേഹം തുറന്നടിച്ചിരുന്നു. കാരണം ലീഗ് ഭരണത്തിൽ പിടിമുറുക്കാനുള്ള സാധ്യതയാണ് VD സതീശൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു പ്രതികരണം ഇന്നലെയും അദ്ദേഹം പറഞ്ഞിരുന്നു. അതുതന്നെ ഇന്നും ആവർത്തിക്കുകയാണ്. ജനാധിപത്യ ധ്വംസനമാണ് നടന്നിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ എല്ലാ കീഴ്വഴക്കങ്ങളും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. കീഴ്വഴക്കങ്ങളൊന്നും പാലിക്കാതെയുള്ള, രാഷ്ട്രീയ മര്യാദകൾ പാലിക്കാതെയുള്ള ഒരു തീരുമാനമാണ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വിദ്യാഭ്യാസ വകുപ്പ് പോലുള്ള വകുപ്പുകൾ ലീഗ് മുൻപ് UDF ഭരിച്ചിരുന്ന കാലത്തൊക്കെ അത് ലീഗായിരുന്നു കൈവശം വെച്ചിരുന്നത്. ഇത്തവണയും അത്തരം ഒരു നീക്കം ഉണ്ടാകാനാണ് സാധ്യത. ഈ ലീഗിൻ്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് കീഴ്പ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇത് ഒരിക്കലും ഒരു രാഷ്ട്രീയ മര്യാദയല്ല. ഇത്തരം ഒരു തീരുമാനമെടുക്കാനായിരുന്നെങ്കിൽ ജനങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു നിലപാട് തന്നെ വീണ്ടും ആവർത്തിക്കുകയായിരുന്നു G. സുകുമാരൻ നായർ. ഘടകകക്ഷികളുടെ അഭിപ്രായം തേടാനായിരുന്നുവെങ്കിൽ ഈ ഭൂരിപക്ഷം MLA-മാരുടെ ഭൂരിപക്ഷം അഭിപ്രായം തേടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ ഘടകകക്ഷികളുടെ മാത്രം അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് തീരുമാനിക്കാനായിരുന്നുവെങ്കിലെന്നും അദ്ദേഹം പറയുകയാണ്. ഏതായാലും അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏതായാലും വർഗീയത രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് വാതിൽ തുറന്നിടുന്ന, അല്ലെങ്കിൽ അതിന് വഴിയൊരുക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നതെന്നും G. സുകുമാരൻ നായർ പറയുന്നു. ഏതായാലും ഈ ഒരു തീരുമാനത്തോട്, അത് മുൻപും NSSന് പല കാര്യങ്ങളിൽ
വി.ഡി. സതീശനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. സുകുമാരൻ നായർ പറഞ്ഞ മറ്റൊരു കാര്യം, 2021 മത്സരിക്കുമ്പോൾ NSS എല്ലാ സഹായവും സതീശന് നൽകിയിരുന്നു. എന്നാൽ ജയിച്ചു വന്ന ശേഷം അദ്ദേഹം ഈ മതസമുദായ സംഘടനകളെയൊക്കെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സമുദായ നേതാക്കളുടെ തിണ്ണം നിറങ്ങരുതെന്നൊരു അഭിപ്രായം അദ്ദേഹം പങ്കുവച്ചു. അത്തരം നിലപാടുകളോട് ഒരിക്കലും യോജിക്കാനാവില്ല. അതുതന്നെയാണ് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. പ്രശാന്ത് ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്. NSS ജനറൽ സെക്രട്ടറി വിശദമായ കാര്യങ്ങൾ പറയുകയുണ്ടായി. ഘടകകക്ഷിക്കെതിരെ വലിയ എതിർപ്പും, അതായത് മുസ്ലിം ലീഗിന്റെ പിന്തുണ വി.ഡി. സതീശന് കിട്ടിയെന്നുള്ള എതിർപ്പും രേഖപ്പെടുത്തി. ഏതായാലും മായ, നമ്മൾ കുറേ ദിവസം 11 ദിവസമായി കാത്തിരുന്ന തീരുമാനമാണ് ഇന്ന് വന്നത്. ഏതായാലും വി.ഡി. സതീശൻ സംസ്ഥാനത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി ആവുകയാണ്. തിങ്കളാഴ്ചയാണ് ആ സത്യപ്രതിജ്ഞ. ഇനി മന്ത്രിമാരാരൊക്കെ എന്നൊക്കെ അറിയാനുള്ള ഒരു കാത്തിരിപ്പാണ്.